ജൂൺ 1 മുതൽ സംസ്ഥാനത്ത് സിനിമാ സമരം. സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. GSTക്കൊപ്പമുള്ള വിനോദ നികുതി സംസ്ഥാന സർക്കാർ പിൻവലിക്കണം, താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ഷൂട്ടിംഗും സിനിമാ പ്രദർശനവും ഉൾപ്പെടെ സ്തംഭിക്കും. ഉയർന്ന പ്രതിഫലം വാങ്ങുന്നതിൽ താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് നിർമ്മാതാക്കൾ നടത്തിയത്. ആസിഫ് മുഹമ്മദ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആസിഫ്, ഈ സിനിമാ മേഖലയാകെ സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് കടക്കാൻ തീരുമാനം, ഒപ്പം താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച് രൂക്ഷ വിമർശനം നിർമ്മാതാക്കൾ ഉയർത്തുന്നു. എന്തൊക്കെയാണ് തീരുമാനം, ഒപ്പം സമരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും? തീർച്ചയായും ജൂൺ 1 മുതലാണ് സിനിമാ മേഖലയെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോയത്. നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും അടക്കമുള്ളവർ ചേർന്ന സംയുക്ത യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. GSTക്കൊപ്പമുള്ള വിനോദ നികുതി അത് പിൻവലിക്കാൻ തയ്യാറാകണം. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുമ്പ് സമരം നടത്തുകയും ആ ഒരു സമയത്തിലൊക്കെ തങ്ങൾ ചില ഉറപ്പുകൾ ലഭിക്കുകയും ചെയ്തതാണ്. അതൊന്നും പാലിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. ₹1 സിനിമാ മേഖലയിൽ നിന്ന് തിരിച്ചു ലഭിക്കുമ്പോൾ അതിൽ 30 പൈസയാണ് ഞങ്ങളുടെ നികുതി ഇനത്തിൽ നൽകേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം താരങ്ങളുടെ പ്രതിഫലം, അത് വലിയ രീതിയിലുള്ള പ്രതിഫലമാണ് ഇപ്പോഴും വാങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. അതുമൂലം സിനിമാ മേഖല തീരെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. ചില സിനിമകളുടെ നിർമ്മാണ ചെലവിന്റെ 60% വരെ താരങ്ങൾക്കുള്ള പ്രതിഫലം നൽകാനാണ് ചിലവിടുന്നത്. അതുകൊണ്ട് ഈ താരങ്ങളുടെ പ്രതിഫലം നിലവിൽ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മലയാള സിനിമയോട് ഇവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത സ്ഥിതിയാണ് എന്നും ഈ വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു. എന്തായാലും സർക്കാർ സിനിമാ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അത് വലിയ രീതിയിൽ നികുതി ഈടായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തോടൊപ്പമാണ് വലിയ പ്രതിഫലം നൽകേണ്ട അവസ്ഥ വരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്റർ ഉടമകൾ അടക്കമുള്ളവർ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമരത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം ചില സംവിധായകരും ഒരു സിനിമയ്ക്ക് ശേഷം വലിയ രീതിയിൽ കോടികൾ പ്രതിഫലം വാങ്ങുന്നു എന്നുള്ളൊരു ആരോപണവും നിർമ്മാതാക്കൾ എന്തായാലും ഉന്നയിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളെ കുത്തുവാളെടുപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്തായാലും സമരത്തിലേക്ക് കടക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം അതൊരു കണക്ക് പറഞ്ഞത് ഈ ജനുവരി മാസം മാത്രം 28 ചിത്രങ്ങൾ ഉണ്ടായി. അതിൽ 28 ചിത്രങ്ങൾ രേഖാചിത്രം മാത്രമാണ് ലാഭമുണ്ടാക്കിയത്. അങ്ങനെ 101 കോടി രൂപയുടെ നഷ്ടം ജനുവരി മാസം മാത്രം ഉണ്ടായി എന്നുള്ള കാര്യവും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. നിർമ്മാതാക്കളും വിതരണക്കാരും ചേർത്തുടമകളും അടക്കമുള്ളവർ സംയുക്ത യോഗത്തിന് ശേഷം എന്തായാലും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ജൂൺ 1 മുതൽ സിനിമാ മേഖലയെ ആകെ സ്തംഭിച്ചുകൊണ്ടുള്ള നിർമ്മാണം, അതുപോലെ തന്നെ വിതരണം, അങ്ങനെ എല്ലാ സാധനവും ഷൂട്ടിംഗ് അടക്കമുള്ളവ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ് തീരുമാനം. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.